ഈ മാൾ റോഡിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വണ്ടിയും പുറത്തുനിന്ന് ഒരു വണ്ടിയും ഇതിൻ്റെ ഉള്ളിലോട്ട് വരാൻ പാടില്ല. ഇവിടുത്തെ ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് അല്ല, പിന്നെ അതേപോലെ തന്നെ VIPs ഇപ്പോൾ ഇതിലാണ് ഇവിടുത്തെ മേയറൊക്കെ താമസിക്കുന്നത്. ഇതൊക്കെ ബ്രിട്ടീഷുകാർ ബിൽഡ് ചെയ്ത ബിൽഡിങ്സ് ആണ് ഇതൊക്കെ. ആ ഒരു ബ്രിട്ടീഷുകാരുള്ളപ്പോൾ എങ്ങനെയാണ് നിലനിർത്തിയേക്കണം അതേപോലെ തന്നെ ഉണ്ടാ ഇപ്പോഴും ഈ ഒരു മാൾ റോഡ് ഇവിടെ വൃത്തിയായി സൂക്ഷിച്ചേക്കണം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടെ ഉള്ളവരും കുറേ കൂടി കൺസേൺ ആണ് അതിനെക്കുറിച്ച്. ഈ ഷിംലയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ക്രൗഡായിട്ടുള്ള ഒരു നൈറ്റ് ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലം ഇതേ ഉള്ളൂ, മാൾ റോഡ് എന്ന് പറഞ്ഞു. യൂട്യൂബറാന്ന് വെച്ചിട്ട് വന്ന് പരിചയപ്പെട്ടാണ് ഇതൊക്കെ. Actually, मैं इनका लैंग्वेज नहीं जान पा रहा हूँ. I did not catch his language, but I know he's a well person. Where are you from? I'm from Kerala. Kerala. I'm speaking Malayalam only. Okay. So you are from? We are from Bihar, Patna. Bihar. Yeah. Bihar, Okay. Patna. How's the Shimla? It's beautiful. It's like We dream place. we are on honeymoon. Oh, honeymoon. How is it? ഹണിമൂണിന് പറ്റിയൊരു സ്ഥലമാണ് ഷിംല. What is your channel's name? Wanderlust Kerala. Okay. Wanderlust Kerala. Kerala. Let's see. Okay, your good name? My name is Raina Singh. Raina Singh. Raina. Raina Singh. Raina Singh. Okay then. Riya Singh. I am Riya Mehta. Riya Mehta. Yes. കൊള്ളാം, പരിചയപ്പെട്ടതിൽ സന്തോഷം. നൈസ് മീറ്റിംഗ് യു ഗൈസ്. താങ്ക് യു. Thank you. Thank you so much. ക്രൈസ്റ്റ് ചർച്ച് ഷിംല, ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ചർച്ചാണ് കേട്ടോ. ബ്രിട്ടീഷുകാരുള്ളപ്പോൾ പണിത് തന്നെയാണ്. 1857 ബിൽഡ് ചെയ്തതാണ് ഈ ഒരു ചർച്ച്. അതേപോലെ തന്നെ ഈ ഒരു സ്ഥലം പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദ റിഡ്ജ് എന്നാണ് പറയണം. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ഓൾഡസ്റ്റ് ചർച്ചും കൂടിയാണ് ദ ക്രൈസ്റ്റ് ചർച്ച് ഷിംല. ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്നില്ലേ ഈ ഒരു പൊടിക്ക് ലൈറ്റ് ഇട്ടിരിക്കുന്നത്, അതാണ് നമ്മൾ പോയ ജാക്കു ഹിൽസിലെ ഹനുമാൻ സ്റ്റാച്യു. ഇവിടെ ഷിംലയിൽ സഞ്ജോളിയോ എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്. ആ ടൗണിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതായത് ഒരു സൺസെറ്റ് ടൈം നോക്കിയിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയേക്കണേണ്. അവിടെ നിന്ന് നമുക്കൊരു ഡ്രോൺ വിഷ്വൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ആ ടൗണ് മൊത്തം ഇരിക്കണ കാണാൻ നല്ല രസമാണ്. ആ വീടുകൾ ചെരുവിൽ, മലയുടെ ചെരുവുകളിൽ ഇരിക്കണത് കാണാൻ. ഇന്നലെ രാത്രി ഇവിടെ വന്ന് മാൾ റോഡൊക്കെ കണ്ടുപോയതാണ്. പക്ഷേ ഈ പകൽ സമയത്തും രാത്രി സമയത്തും പല പല വൈബാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് പകൽ ഈ ഒരു വഴി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഈ നമ്മുടെ മണാലി മാൾ റോഡും പിന്നെ ഷിംല മാൾ റോഡും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണാലി മാൾ റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ബഡ്ജറ്റുമായിട്ടുള്ള സാധനങ്ങളും പിന്നെ അതേപോലെ കടകളും ഹോട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഷിംല മാൾ റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കുറേ കൂടി കോസ്റ്റ്ലിയാണ് കടകൾ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിലും നമുക്ക് മണാലി മാൾ റോഡിൽ എല്ലാ ചെറിയ വില തൊട്ട് വലിയ വില വരെയുള്ള ഹോട്ടലുകളുണ്ട്. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവാണ് ഇവിടെ. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ഒരു റിച്ച് ഫീലാണ് ഇവിടെ ഈ ഒരു മാൾ റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക്. അതേപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലമുണ്ട്, ജസ്റ്റ് കണ്ടിട്ട് പോവാം.
ഒരാൾ പോണോക്കി. ഇത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിതമാർഗം ഉണ്ടാ. കാരണം ഇവിടെ വണ്ടികളില്ലാത്തത് കൊണ്ട് കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അതാണ്. അപ്പോൾ അത് അവർ ഹയർ ചെയ്യും. അത് ഒന്നില്ലെങ്കിൽ അത് നമുക്ക് തന്നിടും, അല്ലെങ്കിൽ ആള് കൂടെ ഗൈഡ് പോലെ തന്നെ കുട്ടീനെ അതിലിരുത്തി കൊണ്ടുവരാനാണെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആണ്. അവർക്ക് റെൻറ്റ് കൊടുത്താൽ മതി. ഇതേപോലെ നമ്മുടെ നാട്ടിലും വന്നാലേ നമ്മുടെ നാടൊക്കെ നന്നാവുള്ളൂ. 5000 രൂപയാണ് പെനാൽറ്റി. എന്തുകൊണ്ട് ഇതൊക്കെ ഇനിയും വന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് പിന്നെ അതേപോലെ VIP ഏരിയയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുരങ്ങ് കയറി ക്യാമറ ഓടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ മുള്ള് കമ്പി ചുറ്റണം ക്യാമറയിൽ. ഇവിടെ ഫുൾ CCTVയിൽ അങ്ങനെ സെക്യൂരിറ്റി ചെയ്ത് വെച്ചേക്കണേ. കംപ്ലീറ്റ് മുള്ള് കമ്പികളൊക്കെ എടുത്ത് വെച്ചേക്കണേ. കുരങ്ങിനെ കൊണ്ട് ഇവിടെ ഉള്ളവർക്ക് കുറേ കൂടി ശല്യമാണെന്ന് തോന്നിട്ടാ. എവിടെ പോയാലും ഉണ്ടാവും. പിന്നെ അതേപോലെ കാറിൻ്റെ പൊക്കത്തുണ്ടല്ലേ മുള്ളു പോലുള്ളൊരു സാധനം വെച്ചേക്കണം. ശരിയാണ്ട. കാരണം ഇവിടെ നിങ്ങൾ ഷിംലയിൽ വന്നെയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ക്യാബ് ഒഴിവാക്കാം. ഇതേപോലുള്ള മാൾ റോഡിൽ നിന്ന് താഴത്തോട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ഇറങ്ങി നടന്നു വരാം. കാരണം ഈ ഒരു ഷിംല എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ ഭംഗി മൊത്തം ഇവിടുത്തെ ബിൽഡിങ്ങും പിന്നെ ഇവിടുത്തെ റോഡുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ നടന്ന് തന്നെ വന്നോ. നമ്മൾ ക്യാബിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഇന്നലെ ഞാൻ പോയിപ്പെട്ട ഒരു സ്ഥലമില്ലേ, എന്താണ് കുഫ്രിയിലെ ഒരു പാക്കേജ്, അഡ്വഞ്ചർ പാർക്ക്, അതേപോലെ പാക്കേജൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പോയി പെടും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വെറുതെ ക്യാഷ് ചിലവാക്കണ്ട. പിന്നെ ഷിംല കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പം മണാലിയും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ. ഷിംല ഈസ്റ്റിലത്തെ സബ് പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. ഷിംല പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. നോക്കി എന്ത് ഭംഗിയാണ്. ഇവിടെ ഉള്ള എല്ലാ ബിൽഡിങ്ങും ഇതേപോലെ തന്നെ. അങ്ങനെ ഷിംലന്ന് വിട പറയണേണ്. വേറെ അങ്ങോട്ടല്ല, കേരളത്തിലോട്ടാണ്. ഇനി കുറച്ച് ദിവസം കേരളത്തിലോട്ടുള്ള കാര്യങ്ങൾക്ക് പോവാം. ഇവിടെ വന്ന് പരിചയപ്പെട്ടവരാണ് ഇവര്. അതായത് ഷിംല ബസ് സ്റ്റാൻഡിൽ രാവിലെ വന്ന് നെട്ടം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇവരും ഉണ്ടായിരുന്നു ഈ ഷിംല എക്സ്പ്ലോറിങ്ങില്. അടിപൊളി. താങ്ക് യു ബ്രദർ. താങ്ക് യു സിസ്റ്റർ. ഓക്കെ, കണ്ട എൻ്റെ ബാഗൊക്കെ പിടിച്ചത് പുറകിൽ വന്നുണ്ട് യാത്രയൊക്കെ. ഇത് ഉത്തർപ്രദേശ്. ബൈ. ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ ഡൽഹിയിലോട്ട്. അങ്ങനെ ഡൽഹിയിലോട്ടുള്ള ബസ് കയറി. ഈ ഹിമാചൽ പ്രദേശിൽ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ രാവിലെ ഡൽഹി എത്തും. ഇതിപ്പോൾ വൻ കോമഡിയാണ്. കാരണം ഈ ബസ്സിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഒരാൾക്ക് വേണ്ടിയാണ് ഈ ബസ് പോണത്. ലക്ഷ്മി ട്രാവൽസ് ലക്ഷ്മി ഹോളിഡേയ്സിൻ്റെ ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തേക്കണം ഷിംലയിൽ നിന്ന്. അപ്പോൾ വേറെ ആൾക്കാരൊന്നുമില്ല. പക്ഷെ എനിക്ക് വേണ്ടി ഒറ്റ ഒരാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ബസ് പോണത്. ഉണ്ടാ ഒറ്റക്കാണ് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ചത്. ഈ ലക്ഷ്മി ഹോളിഡേയ്സ് എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. ശരിയാണ്, അത് വളരെ ശരിയാണ്. എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്.
എനിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു വോൾവോ ബസ് ഷിംലയിൽ നിന്ന് ഡൽഹിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വരുന്നത് പഞ്ചാബിലാണ്. ഞങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ കിട്ടിയേട്ടാ, അതൊന്നുമല്ല വണ്ടി. ഓ ആ വീഡിയോ അപ്പൊ നമുക്ക് ബസ് മാറി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇവിടുന്ന്. അപ്പൊ കാരണം ഒറ്റക്ക് ഉള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇനി യാത്ര ചെയ്യണത് ഈ വണ്ടിയിലാണ്. രാവിലെ തൊട്ട് അങ്ങനെ തത്കാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കണേണ്, വെയിറ്റ് ചെയ്യണേ. നാളത്തേക്ക് എടുക്കാം, കാരണം ഇന്നത്തേക്ക് ഇനിയിപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. ഡൽഹിയിലത്തെ ഇപ്പി മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് സൈക്കിൾ റിക്ഷയ്ക്ക് പോകാം. എനിക്ക് ഡൽഹി വന്നിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സൈക്കിൾ റിക്ഷയിൽ യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ ഈ സൈക്കിൾ റിക്ഷയിൽ നമുക്ക് ക്യാ പോലെ ഓ മാർക്കറ്റ് മാൻ മാർക്കറ്റ്, അപ്പോൾ ആ മാർക്കറ്റിലോട്ട് മാൻമയാർ മാർക്കറ്റിലോട്ട് പോവാം. അവിടെയാണ് ഹിപ്പിയുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉള്ളത്. हाय जी, हाँ के साथ ഇവിടെ ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഇതിനൊക്കെ 800 പിന്നെ ഈ സ്കേർട്ടൊക്കെ ആണെങ്കിലും ലെതറിൻ്റെ ഒരു 1000 റേഞ്ച് കണ്ട. ഇതൊക്കെ എല്ലാം റേറ്റ് സാധാരണ പുറത്ത് വെച്ച് നോക്കുമ്പോൾ റേറ്റ് വളരെ കുറവാണ്. ഡൽഹിയിൽ തന്നെ നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ ഒക്കെ അടുത്തുള്ളതാണ് ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റ് കുറച്ച് ഫേമസ് ആണ്. കണ്ട നല്ല ക്രൗഡ് ഉണ്ട് മാർക്കറ്റില്ലേ. ഹിപ്പി മാർക്കറ്റ് എന്ന് പറയുന്ന പേരിലൊന്നും ആൾക്കാർ അറിയുന്നില്ല. അത് ശരിക്കും പഹാർഗഞ്ച് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റാണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ തോന്നണ പോലെ ചില ഹിപ്പി കടകളുണ്ട്, കുറച്ച് കടകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹിപ്പി മാർക്കറ്റ് എന്നുള്ള പേരിൽ ആർക്കും അറിയാൻ പറ്റില്ല ആ ഒരു മാർക്കറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പഹാർഗഞ്ച് എന്ന് പറഞ്ഞാലേ ആ മാർക്കറ്റിൽ പോകാൻ പറ്റുള്ളൂ. अंदर 3 मार्केट हैं अंदर के? हाँ अंदर 3 मार्केट। हाँ पहली तो लहंगा साड़ी की है, फिर आगे जाओगे तो किताबों की मार्केट है, और आगे जाओगे तो शादी के कार्ड होते हैं ना, कार्ड शादी के, वो कार्डों की मार्केट है। ओके, वो मस्जिद है? हाँ मस्जिद है। हाँ ये मस्जिद है। इसमें भी 3 मार्केट हैं। हाँ इसमें 3 मार्केट हैं। पहली मार्केट जूता चप्पलों की है, आगे जाओगे तो चश्मों की है, और उससे आगे जाओगे तो चूड़ियों की है। टोटल चांदनी चौक का अंदर कितने मार्केट है? मार्केट तो बहुत सारी हैं। बहुत सारी है। हाँ। इतना तो हमें अभी नहीं ज्ञान है। पूरा सामान इधर लगे है। लेडीज सामान पूरा मिलेगा एकदम पूरे। हाँ
അതായത് ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എങ്ങോട്ട് പോകണ്ടെന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല വഴികളായിട്ട് തിരിയുമ്പോൾ നിറയെ മാർക്കറ്റ്, അതായത് ചില ഒരു വഴി കാണിച്ചു തന്നിട്ട് പറയണത് ആ വഴീൻ്റെ ഉള്ളിൽ 3 മാർക്കറ്റ് ഉണ്ട്, വേറൊരു വഴി കാണിച്ചു തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 4 മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് വഴികളുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ്, ഡൽഹിയിൽ ഷോപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ലേഡീസ് ഐറ്റംസ് ആണ് കേട്ടോ, ജെൻസും ഉണ്ട്. എന്നാലും ഇപ്പം നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോയപ്പോൾ കൂടുതലും ലേഡീസ് ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്ന് പറയണം. അത്യാവശ്യം ഷൂവും ബൂട്ടും മൊബൈലും ഇലക്ട്രോണിക്സും ഡ്രസ്സും പിന്നെ കോസ്മെറ്റിക്സും പിന്നെ വെസൽസും അങ്ങനെയുള്ള എല്ലാ സാധനവും കിട്ടും. സ്പൈസസും മസാലാസും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ये फतेहपुरी मस्जिद है, ये फतेहपुरी मस्जिद है और ये चाइना राम है मसूर, मिठाई वाला, ये मसूर है। ओके, और ये इधर आ गई तुम्हारी खड़ी बाबली है, खड़ी बाबली ड्राई फ्रूट मार्केट। हाँ हाँ, जाओ सामने ये लाल वाला जो बोर्ड लगा ना, हाँ। यहाँ ज्ञानी फालूदे वाला है, हाँ। और तुम्हारा जो काके दी हड्डी है, अन्नपूर्णा होटल है। ഓഹോ. ഞാനിപ്പോൾ ഈ സൈക്കിൾ റിക്ഷയ്ക്ക് ഈ സൈക്കിൾ റിക്ഷയ്ക്ക് പോണതിന് ചാർജ് ചോദിച്ചപ്പോൾ പറഞ്ഞത് 120 രൂപയാണ് ഈ ചാന്ദിനി ചൗക്കിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മളെ കറക്കിയിട്ട് കൊണ്ടുവരും. അതിലൊന്നും ബാർഗൈനിങ് ചെയ്യരുത് കേട്ടോ ദൈവത്തോർത്ത്, കാരണം അതേപോലെയാണ് നമ്മളെ കൊണ്ടുവരുന്നത്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇവർ രാവിലെ തൊട്ട് ഈ സൈക്കിൾ ചവിട്ടണതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മളെ ഇരുത്തിയിട്ട് ഇത്രയും വെയിറ്റ് ഇരുത്തിയിട്ടൊക്കെ ചവിട്ടണതാണ്. ഞാൻ ഈ മാർക്കറ്റിലോട്ട് എത്താനെടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു, 45 മിനിറ്റോളം കൊടുത്ത് ഈ മാർക്കറ്റിലോട്ട് എത്താൻ ടൈം. ആ 45 മിനിറ്റിന് ഓട്ടോ വാങ്ങിയത് 190 രൂപയാണ്. നമ്മുടെ നാട്ടിൽ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അപ്പോൾ അതാണ് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചീപ്പാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓട്ടോ ഇപ്പോൾ ഒരുപാട് റേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂബറിൽ ചെക്ക് ചെയ്യുക. യൂബറിൽ ചെക്ക് ചെയ്യുമ്പോൾ വില നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് ആ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുക. അപ്പോൾ അതിലും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഉള്ളത് നോക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ യൂബർ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ വരുന്നവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്താൽ മതി. ഈ യൂബറിൽ ഇത്ര രൂപയാണ് കാണിക്കണം, നിങ്ങൾക്ക് ആ റേറ്റിന് പോകാൻ പറ്റും, അല്ലെങ്കിൽ അതിന് കുറച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. ഓ ഇത് ഫുള്ള് സ്പൈസസ് ആണ് കേട്ടോ. ടോട്ടല് മാർക്കറ്റ് നമ്മുടെ സ്മെല്ല് ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് സ്മെല്ലൊക്കെ മാറി. നല്ല സ്പൈസസിൻ്റെ മണം. ആഹാ, ആഹാ. അതൊക്കെ കഴിഞ്ഞിപ്പോൾ പിന്നെ ഒരു ഭാഗത്ത് ഹുക്ക, അതായത് ഷീഷയുടെ കടകൾ മാത്രം ഇരുന്ന് ഈ സൈഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പെക്സ് കണ്ണടകളുടെ കടകൾ മാത്രം. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മൊത്തം ഒപ്റ്റിക്കൽസിൻ്റെ കടകളാണ് കൂടുതലും. ഒരുപാടുണ്ടിട്ട് ഇവിടെ നിങ്ങൾ വന്നെങ്കിൽ കാണാനേ, നടന്ന് കാണാനായിട്ട് തന്നെ ഒരുപാട് സമയം എടുക്കും നിങ്ങൾ. ഞാനപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു സദർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് പോണേ. അപ്പോൾ ഈ റിക്ഷ ഉണ്ടത്, ഇത് കണ്ട ഈ റിക്ഷയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. ഇത് ഷെയറാണ്. ഇപ്പോൾ 20 രൂപയോളം ഇവിടെ നിന്ന് സദർ മാർക്കറ്റിലോട്ട് പോകാനായിട്ട്. നല്ല രസമുണ്ട്. ഇത് കുറേ കൂടി പകൽ സമയത്ത് വരേണ്ടതായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ നൈറ്റ് ട്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ തിരിക്കണതാണ്. അത്യാവശ്യം രീതിയിൽ കുറേ ദിവസമായി ഞാനിപ്പോൾ ഇവിടെ നിൽക്കണത്. അറിയാലോ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 26ാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ കൂട്ടുമ്പോൾ. 9:30ക്കാണ് ട്രെയിനുള്ളത്. അപ്പോൾ ആ ട്രെയിനിന് കയറി പോകണം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു പർച്ചേസൊക്കെ ആവാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഈ മാർക്കറ്റ് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മാർക്കറ്റ്, അതുകൊണ്ട് കാണിച്ചാൽ. ഹുക്ക ഷീഷ
ആ ഇതൊക്കെ കട കംപ്ലീറ്റ് ഹുക്കുകളുടെ കടകളാണ്. ഹുക്ക, ശീശ, അതിൻ്റെ ഫ്ലേവേഴ്സ്, പിന്നെ ചാർക്കോൾ കംപ്ലീറ്റ്. വേണ്ട പാൻ വണ്ടി. ആഹാ ഓ ഇവിടെയൊക്കെ ഉണ്ടോ? കംപ്ലീറ്റ് അതാണ് ഹുക്കുകളുടെ കടകളാണ്. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു ബൈ. ആ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പോക്കറ്റ് നോക്കാം, ഫോൺ നോക്കാം. എല്ലാവരും അത് തന്നെ പറഞ്ഞു തന്നെ. ഇവിടെ സ്നാച്ചിങ് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഫോണൊന്നും അധികം ഇവിടെ പുറത്ത് യൂസ് ചെയ്യാതിരിക്കുക, അതൊക്കെ ബെസ്റ്റ്. ഭയങ്കര ക്രൗഡാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ് ഇവിടെ. അങ്ങനെ ഹിമാചൽ പ്രദേശിലെ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ എറണാകുളം എത്താറായി. ട്രെയിനിലാണ്. ഇപ്പോൾ ഏകദേശം സമയം 1:30 മണിയായി. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ എനിക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. പിന്നെ നാട്ടിലോട്ട് എത്തണമെങ്കിൽ വേറൊരു വഴി ഉണ്ടായില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്ത് ഫിസിക്കൽ ടിക്കറ്റ് എടുത്ത് കയ്യിൽ വാങ്ങിയതിന് ശേഷമാണ് ബോഗിയിൽ കയറിയത്, ട്രെയിനിൽ കയറിയത്. കാരണം നമ്മൾ ഓൺലൈനിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 2.5 ദിവസം ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് എൻ്റെ ലഗേജാണ് ഇത് ഇരിക്കണത് കേട്ടാ. 2 റിക്സാക്ക്, ഒന്ന് ഇത് 70 ലിറ്റർ, പിന്നെ ഇത് 65 ലിറ്റർ, പിന്നെ ഇത് 45 ലിറ്റർ. അങ്ങനെ ഈ 3 ബാഗും എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഹൈക്കിങ്ങിന് പോകുമ്പോൾ ഞാനിതിൽ 70 ലിറ്ററിൻ്റെ റിക്സാക്ക് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. ബാക്കി എവിടെയെങ്കിലും സേഫായിട്ട് വെച്ചിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. എറണാകുളം സ്റ്റേഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്രിയും